1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം. പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യരാണ്. കുറിച്യ നേതാവ് തലക്കൽ ചന്തു സ്മാരകം വയനാട് പനമരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. പഴശ്ശിരാജയുടെ സർവ്വസൈന്യാധിപനായിരുന്നു കൈതേരി അമ്പു. 1802 കുറിച്യ നേതാവായിരുന്ന എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും കൂടി ബ്രിട്ടീഷുകാരിൽ നിന്ന് പനമരം കോട്ട പിടിച്ചെടുത്തു. പഴശ്ശി വിപ്ലവങ്ങളുടെ സമയത്ത് മലബാറിലെ കലക്ടറായിരുന്നു തോമസ് ഹാർവേ ബാബർ. പഴശ്ശി വിപ്ലവങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സൈന്യാധിപനായിരുന്നു ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി കോൽക്കാർ എന്നു പേരുള്ള ഒരു സൈന്യത്തെ പഴശ്ശി വിപ്ലവങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി നിയോഗിച്ചു. 1200 ആൾക്കാരുള്ള ഒരു സൈന്യമായിരുന്നു കോൽക്കാർ. 1805 നവംബർ 30 മാവിലത്തോട് വെച്ച് പഴശ്ശിരാജ കൊല്ലപ്പെട്ടു. മാവിലത്തോട് എന്നാൽ വയനാട് ജില്ലയിലെ ഇപ്പോഴത്തെ മാനന്തവാടി. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. പഴശ്ശി ഡാം കണ്ണൂർ വളപട്ടണം പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളവർമ്മ പഴശ്ശിരാജ എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് കുഞ്ചാക്കോ ആണ്.